പൃഥ്വിയുടെ ആദ്യം ഡയറക്ട് ചെയ്ത സിനിമയിൽ ഏറ്റവും നിർണായകമായ വേഷം ചെയ്യുന്നു. ഇപ്പോൾ എമ്പുരാൻ വരാൻ പോകുന്നു. അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് രാജുവേട്ടൻ ഇപ്രാവശ്യം എമ്പുരാന്റെ ഷൂട്ട് ഫസ്റ്റ് ഞങ്ങൾ ഒരു സീൻ ഷൂട്ട് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് കോംപ്ലിമെന്റ്സിന് വേണ്ടി ചോദിക്കാറില്ല. അങ്ങനെ ഒരു ഡ്രാമാറ്റിക് കോംപ്ലിമെന്റ്സ് പരിപാടി അങ്ങോട്ട് പറയുള്ളൂ. അത് എനിക്കൊരു ചേട്ടൻ സ്ഥാനത്തുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് പുള്ളി കാണുന്നത്. അപ്പോൾ പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ. വെരി ഫ്യൂ വേർഡ്സ് എന്റെ സ്പിരിറ്റ്സ് ഭയങ്കര ഹൈ ആക്കി തന്നു. അതായത് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, എല്ലാത്തിനും ഡിക്ഷൻ ആണെങ്കിലും എല്ലാ പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും അടിപൊളി. താങ്ക് യു. അത് കോൺഫിഡൻസ് ഭയങ്കര അടിപൊളിയാണ്. എമ്പുരാൻ വലിയ എക്സ്പെക്ടേഷൻ ഇരിക്കുന്ന ഒരു മൂവിയാണ്. പ്രത്യേകിച്ച് ലൂസിഫർ എന്ന് പറയുന്ന ഫിലിം ഉണ്ടാക്കിയ ഒരു ഓളം, ആ ഓളത്തിന് മുകളിൽ നിന്നില്ലെങ്കിൽ വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ആ ഈ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമേ എന്തൊരു ഫീൽ ടൂവിനൊക്കെ അതിന്റെ സംവിധായകന് നല്ല കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്താണ് ആ സിനിമ അച്ചീവ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നല്ല ധാരണയുള്ള ആൾ തന്നെയാണ്. അത്ര ബോധ്യമുള്ള ആളാണ്. അതിനോട് അതിൽ അഭിനയിക്കുന്ന എനിക്കൊന്നും ടെൻഷനില്ല. ആ പുള്ളി അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലൂസിഫറിലെ തന്നെ പല സീനുകളും ശരിക്കും പറഞ്ഞാൽ ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന സീനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എമ്പുരാനിൽ? ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. ഗൂസ് ബംസ് ഉണ്ടാവില്ലെന്ന് പ്രേക്ഷകർ തീർത്ത് കണ്ടിട്ടാണ് അറിയേണ്ടത്. പക്ഷേ അതിനുള്ള പരിപാടികളൊക്കെ സിനിമയിലുണ്ട്.